അപ്പൊ ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നൊരു മെട്രിക് ഉണ്ട്. അപ്പൊ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കാൻ വളരെ ലളിതമാണ്. കോൺട്രിബ്യൂഷൻ മാർജിൻ ഡിവൈഡഡ് ബൈ EBIT അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പൊ ഈ പറഞ്ഞ ഡിഗ്രി ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിയ ബിസിനസ് ഉദ്ദേശിക്കുന്നത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉള്ള ബിസിനസ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഉപയോഗത്തിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലാരിറ്റി മനസ്സിലാക്കി തരാം. പിന്നെ നമുക്ക് ഇതിന്റെ ഉദാഹരണത്തിലോട്ട് കിടക്കാം. അപ്പൊ ഇത് റിസ്ക് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോസിബിലിറ്റി മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോഫിറ്റിന്റെ ഗ്രോത്ത് ഒക്കെ മെഷർ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഉദാഹരണം പറയുമ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ അവിടെ നമ്മൾ ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വിളിക്കുന്നത് ഏകദേശം ഒരു 6 to 7 ആ റേഞ്ചിനാണ് അതിന്റെ DOL നമ്പർ. ഇപ്പോൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒരു മഹീന്ദ്രയുടെ പാസഞ്ചർ വെഹിക്കിൾ ബിസിനസിന് ഒരു 1 to 2 ആണെന്ന് കരുതാം. അപ്പൊ അവിടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ഫിക്സ്ഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ജാഗുർ ആൻഡ് ലാൻഡ് റോവറിന്റെ പലതരത്തിലുള്ള കോസ്റ്റ്. ഇപ്പോൾ ഡിപ്രീസിയേഷൻ ഒരു കോസ്റ്റ് ആണ്. വർഷാവർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന R&D എക്സ്പെൻസസ് മറ്റു തരത്തിലുള്ള ഫിക്സ്ഡ് കോസ്റ്റ് ആണ്. അവിടെ ഓരോ വർഷവും കമ്പനി കൊടുക്കേണ്ടി വരുന്ന പലതരത്തിലുള്ള ഫിക്സ്ഡ് കോസ്റ്റുകൾ അവിടെ ഈ പറഞ്ഞ ടാറ്റ മോട്ടോഴ്സ് പാസഞ്ചർ വെഹിക്കിൾ സെഗ്മെന്റ് ആ ഒരു ബിസിനസിന് കൂടുതലാണ്. മഹീന്ദ്രയിൽ ഈ പറഞ്ഞ സമാനമായ എക്സ്പെൻസസ് കാണും. പക്ഷേ അവിടെ ഫിക്സ്ഡ് കോസ്റ്റ് ആസെറ്റ് പെർസെന്റേജ് ഓഫ് ടോട്ടൽ കോസ്റ്റ് കുറച്ച് കുറവായതുകൊണ്ട് പറഞ്ഞ 1 നും 2 നും അടക്കം ആ റേഞ്ച് എവിടെയൊക്കെയാണ് ഈ പറഞ്ഞ M&Mന്റെ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഡിഗ്രി ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്പർ. അപ്പൊ അവിടെ ഗുണം എന്താണ്? ഗുണം എന്ന് പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് ഇൻ കേസ് ഇപ്പൊ ഒരു നല്ലൊരു ഓപ്പറേറ്റിംഗ് അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നല്ലൊരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ടൈം ആണെങ്കിൽ കൂടുതൽ സെയിൽസ് ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റി കൂടും. അതായത് സെയിൽസിൽ ഒരു 1% ഇംപ്രൂവ്മെന്റ് വരുമ്പോഴത്തേക്കും പ്രോഫിറ്റബിലിറ്റി ഒരു 7% അല്ലെ 6% ഇംപ്രൂവ്മെന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതേ രീതിയിൽ മഹീന്ദ്രയുടെ അല്ലെ M&Mന്റെ സെയിൽസിൽ ഒരു 1% കൂടിയാൽ ഇവിടെ അവർ ആ പറഞ്ഞ ഒരു പ്രോഫിറ്റബിലിറ്റി ഒരു 2% ഒക്കെ കൂടത്തുള്ളൂ. അപ്പൊ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് ആ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റിയെ ലിഫ്റ്റ് ചെയ്യുന്ന ഡിസൈഡിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഇതേ രീതിയിൽ റിസ്ക് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ റിസഷൻ അല്ലെങ്കിൽ ഓട്ടോ സെയിൽസ് മൊത്തത്തിൽ ഡൗൺ ആവുന്ന കേസിൽ എന്ത് ടാറ്റ മോട്ടോഴ്സിന് ഒരു സെയിൽസിൽ ഒരു 1% ഡിപ്പ് വരുമ്പോഴത്തേക്ക് അവരുടെ പ്രോഫിറ്റബിലിറ്റി 6% കുറയും. മറു സൈഡിൽ നമ്മുടെ M&Mന്റെ കേസിൽ പറയുമ്പോൾ അവിടെ പ്രോഫിറ്റബിലിറ്റി കാര്യമായിട്ട് അടി കിട്ടത്തില്ല. ഏകദേശം ഒരു 1% സെയിൽസ് ഡിപ്പോ വന്നാൽ 2% മാത്രമേ അറ്റ് മാക്സ് കുറയത്തുള്ളൂ. അല്ലെങ്കിൽ 1.2 ആ റേഞ്ച് ഒക്കെയാണ് അബ്സല്യൂട്ട് നമ്പർ. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് കണക്കൂട്ടി എടുക്കാം.